ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായം. നബാത്തിൻ്റെ മകനായ യൊരോബെയാം രാജാവിൻ്റെ 18-ാം ആണ്ടിൽ അബിയ യെഹൂദായിൽ വാണു തുടങ്ങി. അവൻ 3 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് മയക എന്നു പേർ. അവൾ അബീശാലോമിൻ്റെ മകളായിരുന്നു. തൻ്റെ അപ്പൻ മുമ്പേ ചെയ്തിരുന്ന സകല പാപങ്ങളിലും അവൻ നടന്നു. അവൻ്റെ ഹൃദയം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ഹൃദയം പോലെ അവൻ്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. എങ്കിലും ദാവീദിന് നിമിത്തം അവൻ്റെ ദൈവമായ യഹോവ അവൻ്റെ മകനെ അവൻ്റെ അനന്തരവനായി ഉയർത്തിയും യെരൂശലേമിനെ നിലനിർത്തിയും കൊണ്ട് അവൻ യെരൂശലേമിൽ ഒരു ദീപം നൽകി. ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഹിത്യനായ ഊരിയാവിൻ്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിലൊന്നും തൻ്റെ ആയുഷ്കാലത്തൊരിക്കലും വിട്ടുമാറിയിട്ടില്ല. രഹബയാമും യൊരോബെയാമും തമ്മിൽ ജീവപര്യന്തം യുദ്ധം ഉണ്ടായിരുന്നു. അബിയാമിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അബിയാമും യൊരോബെയാമും തമ്മിലും യുദ്ധമുണ്ടായിരുന്നു. അബിയാം തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവർ ദാവീദിൻ്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ ആസ അവന് പകരം രാജാവായി. ഇസ്രായേൽ രാജാവായ യൊരോബെയാമിൻ്റെ 20-ാം ആണ്ടിൽ ആസ യഹൂദയിൽ രാജാവായി. അവൻ 41 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് മയക എന്നു പേർ. അവൾ അബീശാലോമിൻ്റെ മകളായിരുന്നു. ആസ തൻ്റെ പിതാവായ ദാവീദിനെപ്പോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ പുരുഷ മൈഥുനക്കാരെ ദേശത്തു നിന്ന് പുറത്താക്കി തൻ്റെ പിതാക്കന്മാർ ഉണ്ടാക്കിയിരുന്ന സകല വിഗ്രഹങ്ങളെയും നീക്കിക്കളഞ്ഞു. തൻ്റെ അമ്മയായ മയക അശേരയ്ക്ക് ഒരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നത് കൊണ്ട് അവൻ അവളെ രാജ്ഞി സ്ഥാനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആസ അവളുടെ മ്ലേച്ഛ വിഗ്രഹം വെട്ടിമുറിച്ച് കിദ്രോൻ തോട്ടിനരികെ വെച്ച് ചുട്ടുകളഞ്ഞു. എന്നാൽ പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. എങ്കിലും ആസയുടെ ഹൃദയം അവൻ്റെ ജീവകാലത്തൊക്കെയും യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നു. വെള്ളി, പൊന്ന്, ഉപകരണങ്ങൾ എന്നിങ്ങനെ തൻ്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ വസ്തുക്കളെ അവൻ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. ആസയും ഇസ്രായേൽ രാജാവായ ബേശയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. ഇസ്രായേൽ രാജാവായ ബേശ യഹൂദയുടെ നേരെ വന്നു. യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ പോക്കുവരത്തിന് ആരെയും സമ്മതിക്കാതിരിക്കേണ്ടതിന് രാമയെ പണിത് ഉറപ്പിച്ചു. അപ്പോൾ ആസയുടെ ആലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന എല്ലാ വെള്ളിയും പൊന്നും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് തൻ്റെ ഭൃത്യന്മാരുടെ കയ്യിലേൽപ്പിച്ചു. ആസ രാജാവ് ദമ്മേശക്കിൽ പാർത്ത ഹെസ്യോൻ്റെ മകനായ തമ്രിമോൻ്റെ മകൻ പെൻ ഹദദ് എന്ന അരാം രാജാവിന് അവയെ കൊടുത്തയച്ചു. എനിക്കും നിനക്കും എൻ്റെ അപ്പനും നിൻ്റെ അപ്പനും തമ്മിൽ സഖ്യതയുണ്ടല്ലോ. ഇതാ ഞാൻ നിനക്ക് സമ്മാനമായി വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബേശ എന്നെ വിട്ടുപോകേണ്ടതിന് നീ ചെന്ന് അവനോടുള്ള നിന്റെ സഖ്യത ത്യജിക്കണമെന്ന് പറയിച്ചു. ബെൻഹദദ് ആസ രാജാവിൻ്റെ അപേക്ഷ കേട്ടു. തൻ്റെ സേനാപതികളെ ഇസ്രായേൽ പട്ടണങ്ങൾക്ക് നേരെ അയച്ചു. ഇയ്യോനും ദാനും ബേത്ത് മയകയും കിന്നരോത്ത് മുഴുവനും നഫ്താലി ദേശമൊക്കെയും പിടിച്ചടക്കി. ബയേഷ് അത് കേട്ടപ്പോൾ രാമ പണിയുന്നത് നിർത്തി തിർസയിൽ തന്നെ പാർത്തു. ആസ രാജാവ് ഒരു വിളംബരം പ്രസിദ്ധമാക്കി ഒട്ടൊഴിയാതെ യഹൂദയെ മുഴുവനും വിളിച്ചുകൂട്ടി. അവർ ചെന്ന് ബയേശ പണിത് ഉറപ്പിച്ച രാമയുടെ കല്ലും മരവും എടുത്തുകൊണ്ടുവന്നു. ആസ രാജാവ് അവ കൊണ്ട് ബെന്യാമീനിലെ ഗേബയും മിസ്പയും പണിത് ഉറപ്പിച്ചു. ആസയുടെ മറ്റുള്ള സകല വൃത്താന്തങ്ങളും അവൻ്റെ സകല പരാക്രമ പ്രവൃത്തികളും അവൻ ചെയ്തതൊക്കെയും അവൻ പട്ടണങ്ങൾ പണിതതും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ അവൻ്റെ വാർദ്ധക്യകാലത്ത് അവൻ്റെ കാലുകൾക്ക് ദീനം പിടിച്ചു. ആസ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ യഹോശാഫാത്ത് അവന് പകരം രാജാവായി. യഹൂദ രാജാവായ ആസയുടെ 2-ാം ആണ്ടിൽ യൊരോബെയാമിൻ്റെ മകനായ ദാന്താബ് ഇസ്രായേലിൽ രാജാവായി. അവൻ 2 സംവത്സരം ഇസ്രായേലിൽ വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തൻ്റെ അപ്പൻ്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിൽ നടന്നു. എന്നാൽ ഇസ്സാഖാർ ഗോത്രക്കാരനായ അഹിയാവിൻ്റെ മകനായ ബയേശ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി. ഫെലിസ്ത്യർക്കുള്ള ഗിബെഥോനിൽ വെച്ച് അവനെ കൊന്നു. നാദാബും എല്ലാ ഇസ്രായേലും ഗിബെഥോനെ വളഞ്ഞിരിക്കുകയായിരുന്നു. ബയേശ അവനെ യഹൂദ രാജാവായ ആസയുടെ 3-ാം ആണ്ടിൽ കൊന്നു. അവന് പകരം രാജാവായി. അവൻ രാജാവായ ഉടനെ യൊരോബെയാം ഗ്രഹത്തെ മുഴുവനും നിഗ്രഹിച്ചു. യഹോവ ശില്യോനിനായ അഹിയാവ് എന്ന തൻ്റെ ദാസൻ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അവൻ യൊരോബെയാമിന് ശ്വാസമുള്ള ഒന്നിനെയും ശേഷിപ്പിക്കാതെ അശേഷം മുടിച്ചു കളഞ്ഞു. യൊരോബെയാം ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ നിമിത്തവും അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചത് നിമിത്തവും തന്നെ നാദാമിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആസയും ഇസ്രായേൽ രാജാവ് ബേശയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. യഹൂദ രാജാവായ ആസയുടെ 3-ാം ആണ്ടിൽ അഹിയാവിൻ്റെ മകനായ ബയേശ എല്ലാ ഇസ്രായേലും രാജാവായി തിർസയിൽ 24 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യൊരോബെയാമിൻ്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്നു.